അമേരിക്ക ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രതിരോധ രംഗത്തെ AI സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുള്ള നാഴികക്കല്ല് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ. നമസ്കാരം. പ്രതിരോധ രംഗത്തെ AI സാധ്യതയെ പറ്റി ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോഴാണ് അമേരിക്ക AI സംവിധാനം ഉപയോഗിച്ച് ഒരു യുദ്ധവിമാനം പറത്തിയിരിക്കുന്നത്. അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രതിരോധത്തിലെ AI സാങ്കേതിക വിദ്യയുടെ ചരിത്രം എന്ന് വേണമെങ്കിൽ തന്നെ ഇതിനെ പറയാം. 885 കിലോമീറ്റർ വേഗതയിലാണ് AI സംവിധാനം യുദ്ധവിമാനം പറത്തിയത്. കാലിഫോർണിയയിലെ എഡ്വേർഡ് വ്യോമതാവളത്തിൽ നിന്നാണ് ആ ചരിത്ര സംഭവത്തിന് തുടക്കം കുറിച്ചത്. F-16 വിമാനത്തിലാണ് AI സംവിധാനം മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാനം നിയന്ത്രിച്ചത് നിർമ്മിത ബുദ്ധി സംവിധാനമാണ്. അമേരിക്കൻ വ്യോമസേന സെക്രട്ടറി ഫ്രാങ്ക്ലിനെയും വഹിച്ചിട്ടായിരുന്നു ആ ചരിത്ര യാത്ര എന്നത് എടുത്തു പറയണം. AI സാങ്കേതിക വിദ്യ വിമാനത്തെ പറപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മണിക്കൂറിൽ 885 കിലോമീറ്റർ വേഗതയിലായിരുന്നു ആ യാത്ര. AI സംവിധാനത്തിലെ അമേരിക്കയുടെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് ഇത് എന്നുള്ളത് അടിവരയിട്ട് പറയണം. പ്രതിരോധ രംഗത്ത് ഇനിയും സാങ്കേതിക വിദ്യകൾ മികച്ച രീതിയിൽ മുന്നോട്ട് വരും എന്നതിന്റെ സൂചനയായിട്ട് കൂടി ഇതിനെ നമുക്ക് നോക്കിക്കാണാം. 2028 ആകുമ്പോഴേക്കും 1000-ലധികം AI നിയന്ത്രിത യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരാനാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. 90കളുടെ തുടക്കത്തിൽ സ്റ്റെൽത്ത് അവതരിപ്പിച്ചതിന് ശേഷമുള്ള സൈനിക വ്യോമയാനത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ AI അടയാളപ്പെടുത്തുന്നത്. കൂടുതൽ AI പ്രാപ്തമാക്കിയ കപ്പലുകൾക്കും അതിന്റെ സേവനങ്ങൾക്കും അമേരിക്ക ആസൂത്രണം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി കൈയടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ നീങ്ങുന്നത്. അമേരിക്ക AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യുദ്ധവിമാനം പറപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് AI അധിഷ്ഠിത ഡിജിറ്റൽ വക്താവിനെ ഉക്രൈനും അവതരിപ്പിച്ചിട്ടുണ്ട്. ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചരിത്ര സംഭവം തന്നെയാണിത്. വിക്ടോറിയ ഷീ എന്നാണ് AI വക്താവിന് ഉക്രൈൻ കൊടുത്തിരിക്കുന്ന പേര്. AI വക്താവ് സംസാരിക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിരുന്നു. മന്ത്രാലയത്തെ പ്രതിനിധീകരിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഔദ്യോഗിക പ്രസ്താവനകൾ നൽകാനാണ് ഈ AI വക്താവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് വിവരം. അതേപോലെ തന്നെ ദി ഗെയിം ചേഞ്ചേഴ്സ് എന്ന ടീമാണ് ഈ ഒരു സൃഷ്ടിക്ക് പിന്നിൽ. നയതന്ത്രജ്ഞരുടെ സമയം ലാഭിക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്നാണ് ഉക്രൈൻ അറിയിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾക്കും ഇത് മാതൃകയാണെന്നും ഉക്രൈൻ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഡീപ് ഫേക്ക് പോലെയുള്ള പ്രശ്നങ്ങളെ ചെറുക്കാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ലോകത്തിലെ സർവ്വ മേഖലയിലും മനുഷ്യനെ മറികടന്നുകൊണ്ട് AI ശക്തി പ്രാപിക്കുകയാണ്. തൊഴിൽ കൂടുതൽ എളുപ്പമാക്കുക, അല്ലെങ്കിൽ ഗവേഷണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സങ്കീർണമായ മേഖലകളിൽ ലളിതമാക്കുവാൻ AI വരുന്നുണ്ട്. AI മുൻനിരയിലാണ് എന്നതാണ് പറയേണ്ടത്. AI-യിൽ അതിവേഗം വികസിക്കുന്ന വിപണിയിലേക്ക് നമ്മുടെ ഇന്ത്യയും കടന്നു കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യ വമ്പൻ നീക്കങ്ങളാണ് ഈ ഒരു മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരുന്ന മേഖലകളിൽ ഇന്ത്യയുടെ സാന്നിധ്യം സ്ഥാനമുറപ്പിക്കാൻ എപ്പോഴും ഇന്ത്യ ശ്രദ്ധ കൊടുക്കാറുമുണ്ട്. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ തന്നെ ജനറേറ്റഡ് AI-യിലെ നിക്ഷേപം വലിയ രീതിയിലാകും എന്നുള്ളതും അതിന് സ്ഥിരത കൈവരിക്കാൻ കൂടുതൽ നടപടികളിലേക്കാണ് കടക്കുന്നത്. ജനറേറ്റഡ് AI വ്യവസായങ്ങളിൽ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. സോഫ്റ്റ്വെയർ വികസനം മുതൽ ഉപഭോക്തൃ സേവനം വരെ ഇതുവഴി ലഭ്യമാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ നവീകരണത്തിന്റെ ഒരു പുതിയ പാതയിലാണ് ഈ ജനറേറ്റഡ് AI തുടക്കം കുറിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ AI ഗവേഷണ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. കഴിഞ്ഞ വർഷം $3.24 ബില്യൺ സമാഹരിച്ചത്. അപ്പോൾ ഇതോടെ ഏറ്റവും കൂടുതൽ AI നിക്ഷേപമുള്ള 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സംഭാഷണ AI പ്ലാറ്റ്ഫോം, അതുപോലെ ആരോഗ്യ പരിശോധനാ പ്ലാറ്റ്ഫോം, റോബോട്ടിക്സ് എന്നിവയെല്ലാം ഇന്ത്യൻ AI സ്റ്റാർട്ടപ്പുകളിൽ പെടുന്നവയാണ്. എന്തായാലും ലോകത്തിന്റെ പുത്തൻ മാറ്റങ്ങൾക്കനുസൃതമായി ഇന്ത്യയും മുന്നേറുകയാണ്. നിർണായക മേഖലകളിലെ AI ആപ്ലിക്കേഷനുകളെ പ്രോത്സാഹിപ്പിക്കുവാനും പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരാനും ഇന്ത്യയും വമ്പൻ നീക്കങ്ങളാണ് നടത്തിവരുന്നത്. AI-യിൽ ഒന്നാമതെത്താൻ AI മിഷനുമായിട്ട് ഇന്ത്യ വന്നിരുന്നു. അതൊന്നും വെറുതെയല്ല എന്ന് തെളിയിക്കുന്ന നിരവധി വിജയ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. തദ്ദേശീയമായ ലാർജ് മൾട്ടി മോഡലുകളുടെയും ഡൊമൈൻ അധിഷ്ഠിത അടിസ്ഥാന മോഡലുകളുടെയും വികസനവും ഒക്കെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും ഗവേഷകർക്കും വ്യക്തിപരമല്ലാത്ത ഡാറ്റാ സെറ്റുകളിൽ പ്രവേശനത്തിന് ഏകീകൃത ഡാറ്റാ പ്ലാറ്റ്ഫോമും ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്തായാലും അമേരിക്ക യുദ്ധവിമാനം AI സംവിധാനം ഉപയോഗിച്ച് പറപ്പിച്ചു. അതുപോലെ തന്നെ ഉക്രൈനും നിർണായകമായ ഒരു നീക്കം നടത്തി. ഇന്ത്യയിലും തക്കതായ നീക്കങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത്. ലോകം കീഴടക്കുമോ AI എന്ന സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും
വിമർശനങ്ങൾ ഏറെ വരുന്നുണ്ടെങ്കിലും മനുഷ്യനെ മറികടന്നുകൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ ലോകത്തെ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും AI സാങ്കേതിക വിദ്യകൾ കാഴ്ചവെക്കുന്ന പ്രകടനം മിന്നും വിജയം തന്നെയാണ്. അതിന്റെ സാധ്യതകളും അനന്തമാണ്. പക്ഷേ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യനും അതീതമായിട്ട് യന്ത്രങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ലോകം വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. അതിന്റെ ആഘാതവും വലുതായിരിക്കും എന്നതുകൂടി ഓർത്തുകൊണ്ട് വേണം രാജ്യങ്ങൾ ഇത്തരം നീക്കങ്ങൾ നടത്തേണ്ടത് എന്നതാണ് ഒരു പക്ഷം പറയുന്ന കാര്യം.